ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ അജിത ശിവറാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്കാണ്. ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ആവശ്യം ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഏവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഫോണിലൂടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. എങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക? ഇപ്പോൾ ഒരാളുടെ കോൾ വന്നു, നമ്മളതെടുത്ത് അറ്റൻഡ് ചെയ്തു. എന്തായിരിക്കണം നമ്മൾ ആദ്യം പറയേണ്ടത്? ഹലോ, ദിസ് ഈസ് റാണി ഹിയർ. ഹലോ, ദിസ് ഈസ് റാണി ഹിയർ. കുറച്ചുകൂടി ഫോർമലായിട്ട് പറയുകയാണെങ്കിൽ ഹലോ, ദിസ് ഈസ് റാണി സ്പീക്കിംഗ് എന്ന് പറയാം. ഹലോ, ദിസ് ഈസ് റാണി സ്പീക്കിംഗ്. ഇത് റാണിയാണ് സംസാരിക്കുന്നത്. ഇവിടെ റാണി എന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേര് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിലോ എങ്ങനെയാണ് നമ്മളത് പറയുക? ഹലോ, ദിസ് ഈസ് റാണി കോളിംഗ്. ഹലോ, ദിസ് ഈസ് റാണി കോളിംഗ്. ഇവിടെ നമുക്ക് കോളിംഗ് എന്നും പറയാം, സ്പീക്കിംഗ് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. ഹലോ, ദിസ് ഈസ് റാണി സ്പീക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഒരാളുടെ കോൾ വരുന്ന സമയത്ത്, ആ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് എന്താണ്? ഹലോ, ദിസ് ഈസ് റാണി സ്പീക്കിംഗ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കുക. നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ കോളിംഗ് എന്ന് ചേർത്ത് വേണം പറയാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പീക്കിംഗ് എന്നും പറയാം. എന്നാൽ ഒരാളുടെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്പീക്കിംഗ് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫോണിലൂടെ കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേണം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഫോണിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചിലരെ വിളിക്കുമ്പോൾ അവരെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാറില്ല അല്ലേ? ചിലപ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും ഫോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസ് നമ്പർ ആയിരിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ കോൾ ചെയ്ത ആളോട് നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചോട്ടെ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, എനിക്ക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രാഹുലിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ ഇൻ ദ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ രാഹുൽ ഇൻ ദ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലീസ്. ഇത് തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം. കുഡ് യു പ്ലീസ് കണക്ട് മീ വിത്ത് മിസ്റ്റർ രാഹുൽസ് ഓഫീസ്. കുഡ് യു പ്ലീസ് കണക്ട് മീ വിത്ത് മിസ്റ്റർ രാഹുൽസ് ഓഫീസ്. രാഹുലിൻ്റെ ഓഫീസിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാവോ? ഓക്കെ, ടെലിഫോണിക് കോൺവെർസേഷനിൽ എപ്പോഴും നമ്മൾ പ്ലീസ്, പാർഡൻ, സോറി ഇങ്ങനെയുള്ള പൊളൈറ്റ് വേർഡ്സുകൾ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊരു കോൾ വരികയാണ്, അവരാരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല, ആരാണെന്ന് നിങ്ങൾക്ക് അറിയണം. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുക? മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്. മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്. ആരാണ് വിളിക്കുന്നതെന്നും പറയാവോ അല്ലേ? മേ ഐ നോ ഹൂസ് കോളിംഗ് പ്ലീസ്. ഇത് തന്നെ മറ്റൊരു തരത്തിൽ നമുക്ക് ചോദിക്കാം. മേ ഐ ആസ്ക് ഹൂസ് കോളിംഗ് പ്ലീസ്. മേ ഐ ആസ്ക് ഹൂസ് കോളിംഗ് പ്ലീസ്. ഇനി കാഷ്വലായിട്ട് നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഹൂസ് കോളിംഗ് പ്ലീസ് എന്നും ചോദിക്കാം. ഹൂസ് കോളിംഗ് പ്ലീസ് എന്നും ചോദിക്കാം. നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡോക്ടറെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഗുഡ് മോർണിംഗ്, ഈസ് ഡോക്ടർ റാം അവൈലബിൾ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഈസ് ഡോക്ടർ റാം അവൈലബിൾ പ്ലീസ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഗുഡ് മോർണിംഗ്, ഈസ് ഡോക്ടർ റാം അവൈലബിൾ പ്ലീസ്. ഡോക്ടർ റാം ഇന്ന് അവൈലബിൾ ആണോ? ഓക്കെ, ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്കൊരു കോൾ വരികയാണ്, നിങ്ങളുടെ ഫാദർ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയം നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ വീട്ടിലില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നത്? ഐ ആം സോറി, ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്. ഐ ആം സോറി, ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്. എങ്ങനെയാണ് പറയുക? ഐ ആം സോറി, ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. നിങ്ങൾക്കൊരു കോൾ വരുന്നു, നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഫാദർ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയം നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ അടുത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ റിപ്ലൈ കൊടുക്കുന്നത് അവർക്ക്? യാ, വെയിറ്റ് എ മൊമെൻറ്റ് പ്ലീസ്. ഒരു നിമിഷം വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ കൊടുക്കാം. അല്ലെങ്കിൽ കുഡ് യു ഹോൾഡ് ഓൺ പ്ലീസ്. നിങ്ങൾക്കൊന്ന് ഹോൾഡ് ചെയ്യാവോ? കുഡ് യു ഹോൾഡ് ഓൺ പ്ലീസ്. ഒന്ന് ഹോൾഡ് ചെയ്യാവോ, ഞാനിപ്പോൾ കൊടുക്കാം എന്നൊരർത്ഥത്തിൽ നമുക്ക് പറയാം. അതുമല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് എ സെക്ക് എന്ന് പറയാം. അതുമല്ലെങ്കിൽ ഹോൾഡ് എ മൊമെൻറ്റ് പ്ലീസ്. ഹോൾഡ് എ
മൊമെൻറ്റ് പ്ലീസ് അങ്ങനെ പറയാം. ഓക്കെ. നമുക്ക് റോങ് നമ്പേഴ്സിൽ നിന്നും കോൾസുകൾ വരുന്നത് സാധാരണയാണ് അല്ലേ? അങ്ങനെ ഒരു കോൾ നിങ്ങൾക്ക് വരികയാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് സാം വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു. സാം എന്നൊരാൾ നിങ്ങളുടെ വീട്ടിലില്ല എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് റിപ്ലൈ കൊടുക്കുന്നത്? സോറി, ഐ തിങ്ക് യു ഹാവ് ഡയൽ ദ റോങ് നമ്പർ. സോറി, ഐ തിങ്ക് യു ഹാവ് ഡയൽ ദ റോങ് നമ്പർ. എങ്ങനെയാണ്? സോറി, ഐ തിങ്ക് യു ഹാവ് ഡയൽ ദ റോങ് നമ്പർ. ക്ഷമിക്കണം, നിങ്ങൾ തെറ്റായൊരു നമ്പറിലാണ് ഡയൽ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് അല്ലേ? ചിലപ്പോൾ മൊബൈലിൽ സംസാരിക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ നമുക്ക് അവരുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ അവരോടതിന് റെസ്പോണ്ട് ചെയ്യാം? ഐ എം സോറി, യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. ഐ എം സോറി, യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. ക്ഷമിക്കണം, താങ്കളുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഐ എം സോറി, യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. ക്ഷമിക്കണം, താങ്കളുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഐ എം സോറി, യുവർ വോയിസ് ഈസ് എക്കോയിങ്. ഐ എം സോറി, യുവർ വോയിസ് ഈസ് എക്കോയിങ്. ഇനി മറ്റൊരു തരത്തിൽ ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ എം സോറി, യു ആർ നോട്ട് ഓഡിയബിൾ, ലെറ്റ് മീ കോൾ യു ബാക്ക്. ഐ എം സോറി, യു ആർ നോട്ട് ഓഡിയബിൾ, ലെറ്റ് മീ കോൾ യു ബാക്ക്. ക്ഷമിക്കണം, താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാനേ പറ്റുന്നില്ല, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം. ഇനി നമ്മൾ ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞ് കോൾ എൻഡ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇറ്റ് വാസ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ, ലെറ്റ്സ് കണക്ട് റെഗുലർലി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ, ലെറ്റ്സ് കണക്ട് റെഗുലർലി. നല്ലൊരു സംഭാഷണമായിരുന്നു, നമുക്ക് പതിവായി കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം, താങ്ക്സ് ഫോർ കോളിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക്സ് ഫോർ കോളിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. വിളിച്ചതിൽ നന്ദി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ടെലിഫോണിക് കോൺവെർസേഷൻ ഇവിടെ തീരുന്നില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ. അതുപോലെ കൂടുതൽ ക്ലാസ് നിങ്ങളിൽ എത്തുന്നതിന് വേണ്ടി സബ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം അജിത ശിവറാം.